ആ പോയവരിൽ ഒരാൾ പോയി ഭക്ഷണവും വാങ്ങി കള്ളും വാങ്ങി തിരിച്ചു വന്നവരെല്ലാം കൂടെ ഒന്നിച്ച് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതിലിപ്പോ 7 പേരിൽ എല്ലാവർക്കും വയറുവേദനയും വയറിളക്കവും ഛർദ്ദിലും ഉണ്ടായി. അതിലൊരാൾക്ക് അല്പം കൂടിയ ആളാണ് ഇപ്പം മരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 42 വയസ്സിന് മുകളിൽ 40 വയസ്സ് പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പം ഇവിടെ വെച്ച് മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ 3 പേര് കുമളിക്കാരാണ്. അവർ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ കൂട്ടുകാരൊത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ വന്നു. അപ്പോൾ ആ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിനിടയിൽ ഈ ഹോസ്പിറ്റലിൽ ഭക്ഷണം വാങ്ങിച്ചു വെച്ചുകൊണ്ട് കഴിച്ച് വെള്ളം കുടിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതിൽ നിന്നാണ് ഈ ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുള്ളത്? ഫുഡ് പോയിസൺ ആയിരിക്കാം എന്നാണ് പ്രാഥമികമായി ഡോക്ടർമാരുടെ നിഗമനം. കാരണം മരിച്ചയാളിന് ഏതാണ്ട് എബവ് 9% ക്രിയാറ്റിൻ കണ്ടു എന്ന് പറഞ്ഞു. കിഡ്നിയെ അത്രത്തോളം ബാധിക്കുന്ന സ്ഥിതിക്ക്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഞാൻ സംസാരിച്ചു. ഇപ്പൊ ബാക്കി കിടക്കുന്ന ആർക്കും വലിയ പ്രശ്നങ്ങളുള്ളവരില്ല. 3 പേര് താഴെ, ഒരാൾ ക്രിട്ടിക്കൽ കെയർ ഐസിയിലും, 4 പേര് തുടർന്ന് ചികിത്സയിലുണ്ട്. 5-ാമത്തെ ആൾ മരിച്ചു. മറ്റു 2 പേർക്ക് കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ പൊതുസ്ഥിതി. ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ഇതുണ്ടായതെന്നാണ് പൊതുവിൽ അവരെല്ലാം സൂചിപ്പിച്ചത്. ഷാപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വള്ളത്തിൽ ഈ ഹോസ്പിറ്റലിൽ വന്നിരുന്ന് കഴിക്കുക. ഒരാൾ വാങ്ങാൻ പോയി. കഴിച്ചത് മത്സ്യക്കറി മറ്റ് അതുപോലെ തന്നെ കള്ളും കഴിച്ചു. അപ്പൊ ഇതിലാണെന്ന് ഇപ്പൊ നമുക്ക് ഭക്ഷണത്തിന്റെ ആണോ അത് എന്താണോ എന്നുള്ളത് നമുക്ക് പോസ്റ്റ്മോർട്ടം കൂടി കിട്ടിയെങ്കിലേ പറയാൻ പറ്റും. ബാക്കി പോലീസ് ഇപ്പോൾ എഫ്ഐആർ എടുത്ത് കേസെടുത്ത് ബാക്കി അന്വേഷണത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചോളം കൃത്യമായി അവര് ഭക്ഷണത്തിൽ നിന്നാണോ മദ്യത്തിൽ നിന്നാണോ എങ്ങനെയാ ഇതിൽ നിന്നാണ് എന്ന കാര്യം പരിശോധിച്ചതിന് ശേഷം പറയാം. കള്ളാണോ അതോ കള്ള മറ്റ് ഫോറിൻ മിക്സറല്ല, കള്ളാണ്. പക്ഷെ കള്ള് വാങ്ങിക്കുമായിരുന്നു. അതാണിപ്പോ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പറയാം. ഏതായിരുന്നാലും മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ ക്രിട്ടിക്കൽ കെയർ ഐസിയിൽ കിടക്കുന്ന ആളും എഴുന്നേറ്റിരുന്നപ്പോൾ കാര്യങ്ങളെല്ലാം 5 പേരാണോ ഉള്ളത്? ഇപ്പം 5 പേരുണ്ട്. അതെ. അപ്പൊ ഈ ക്രിട്ടിക്കൽ അയാൾ മരിച്ചല്ലോ. അപ്പോ ക്രിട്ടിക്കൽ കെയർ ഐസിയിൽ ഒരാളുകൂടിയാണ് ഉള്ളത്. ആ ആളിനോട് ഞാൻ സംസാരിച്ചു. പുള്ളി എഴുന്നേറ്റ് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 3 പേര് ഇവിടെ സാധാരണ. ഇവരെവിടെയുള്ളവരാ എല്ലാവരും? 3 പേര് കുമളിക്കാരും 4 പേര് കുമരകക്കാരും. ഇങ്ങനെയാണ് 7 പേര്. ആ കുമളിയിൽ നിന്ന് വന്നവർ ഇവരുടെ സുഹൃത്തുക്കളാണ്. ഈ ഗൾഫിൽ നിന്ന് വന്നവരെല്ലാം കൂടി ആഘോഷിക്കാൻ വേണ്ടി കൂടിയ സന്ദർഭമാണ്. അങ്ങനെ പോയ ഇതിൽ നിന്നുണ്ടായതാണ് ഈ സംഭവം. കാര്യങ്ങൾ ഈ ഷാപ്പ് വർഷമായിട്ട് അവിടെ ഉള്ളതാണോ? എന്താ ഉള്ള ഷാപ്പാണ്. ഐമനത്താണ് ഷാപ്പ്. ഐമനം പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഷാപ്പിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. എന്നാണ് അവർ പറഞ്ഞത്. ഏതായിരുന്നാലും മറ്റവരെ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മെഡിക്കലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എഫ്ഐആർ എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻവെസ്റ്റ് തയ്യാറാക്കിയുണ്ട്.